ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. MBBSൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനേക്കുള്ള വിവരങ്ങളാണ്. കുറേ ദിവസമായി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അവസാനം സിയുടെ ഭാഗത്തുനിന്ന് വിജ്ഞാപനം വന്നിട്ടുണ്ട്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ്, ആയുർവേദ, ഹോമിയോ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ്, ഓപ്ഷൻ കൺഫർമേഷനും ഓപ്ഷൻ രജിസ്ട്രേഷനും ഉള്ള അവസരമാണ്. നമുക്ക് വിശദമായി നോക്കാം എന്താണെന്ന്. 2020 MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കും ആയുർവേദ, ഹോമിയോ കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള നടപടികൾ 5/12/2020 വൈകുന്നേരം മുതൽ ആരംഭിക്കുന്നതാണ്. അതായത് ഇന്ന് വൈകുന്നേരം ആരംഭിക്കും. ആയുർവേദ, ഹോമിയോ കോഴ്സുകളിലേക്കും പാലക്കാട് കരുണ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം SUT മെഡിക്കൽ കോളേജ് എന്നീ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS കോഴ്സിലേക്കും ഈ ഘട്ടത്തിൽ പുതുതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കോളേജുകളിലേക്കും പുതുതായി ഓപ്ഷൻ കൊടുക്കാനും പറ്റും. സിദ്ധ, യുനാനി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. സംസ്ഥാനത്തെ സ്വാശ്രയ ആയുർവേദ മെഡിക്കൽ കോളേജുകളിലെ BAMS കോഴ്സിലെ 15% അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകളിലേക്കും 1/12/2020 ആയുഷ് നമ്പർ 10 പ്രകാരം പ്രവേശന പരീക്ഷ കമ്മീഷണർ ആയിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ആ സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രവേശന പരീക്ഷ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച സംസ്ഥാന ആയുർവേദ റാങ്ക് ലിസ്റ്റ് പ്രകാരം ജനനസ്ഥലം പരിഗണിക്കാതെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായി നടത്തേണ്ടതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവരായാലും നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ എന്തായാലും ചെയ്യണം. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷനെ തുടർന്ന് ഹയർ ഓപ്ഷൻ പുനഃക്രമീകരണം, ആവശ്യമില്ലാത്തവ റദ്ദാക്കൽ, പുതുതായി ഉൾപ്പെടുത്തിയ കോളേജ് കോഴ്സ് എന്നിവയിലേക്ക് ആവശ്യമുള്ള പക്ഷം ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം മുതലായവ 5/12/2020 മുതൽ ഇന്ന് വൈകിട്ട് മുതൽ 9/12/2020 രാവിലെ 11 മണി വരെയാണ് കേട്ടോ. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. 9-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും ഉള്ള സമയം. ഒന്നാം ഘട്ടത്തിൽ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിൽ അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ ലഭിച്ചവരും അലോട്ട്മെൻറ്റൊന്നും ലഭിക്കാത്തവരും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായി നടത്തേണ്ടതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവരായാലും കിട്ടാത്തവരായാലും എല്ലാവരും ഓൺലൈൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യണമെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ എന്തായാലും നടത്തണം. ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരുടെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് വിഭാഗങ്ങളിലുള്ള ഹയർ ഓപ്ഷനുകൾ റദ്ദാകുമെന്നതിനാൽ ഭാവിയിലുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കുന്നതല്ല. കൺഫർമേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അവരെ ഇനിയുള്ള ഈ അലോട്ട്മെൻറ്റിൽ മാത്രമല്ല മറ്റു നടത്താൻ പോകുന്ന ഒരു അലോട്ട്മെൻറ്റിലും ഇനി പരിഗണിക്കില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവർക്ക് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിലൂടെ ലഭിച്ച അഡ്മിഷൻ നിലനിൽക്കുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയവരുടെ അഡ്മിഷൻ പോകുന്നില്ല ഈ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ചെയ്തില്ലെങ്കിൽ കേട്ടോ. ഇനിയുള്ള അലോട്ട്മെൻറ്റുകൾക്കാണ് ബാധകം. ഇനി 9/12/2020 രാവിലെ 11 മണി വരെ ലഭിക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് എന്നീ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റും ആയുർവേദ, ഹോമിയോ കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റും 10/12/2020 വൈകിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് 10-ാം തീയതി വൈകിട്ട് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഇനി MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്പോയിൽ രേഖപ്പെടുത്തിയ ഫീസോ ബാക്കി തുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ബാക്കി തുകയാണെങ്കിൽ 11/12/2020 മുതൽ 15/12/2020 3 മണി വരെയുള്ള തീയതിയാണ് ഫീസ് അടക്കാനുള്ള സമയം. 10-ാം തീയതി അലോട്ട്മെൻറ്റ് വന്ന് 11 തൊട്ട് 15 വരെ ഫീസ് അടക്കണം. അത് ഒന്നിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസ് മുഖാന്തരം. ഹെഡ് പോസ്റ്റ് ഓഫീസ് ലിസ്റ്റ് വെബ്സൈറ്റിൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫീസ് ബാക്കി തുക അടച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് കോളേജിൽ 11 മുതൽ 15 വരെ വൈകിട്ട് 4 മണിക്ക് മുമ്പായി പ്രവേശനം ചെയ്യേണ്ടതാണ്. നേരിട്ട് പ്രവേശനം നേടേണ്ടിവരും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ചുവടെ ചേർക്കുന്നുണ്ട്. 5-ാം തീയതിയാണ് MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ് കോഴ്സുകളിൽ
ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനും ആവശ്യമില്ലാത്തവ റദ്ദ് ചെയ്യുന്നതിനും പുതുതായി ചേർത്തിട്ടുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ആണ് റെഡിയാകുന്നതാണ് ഇന്ന് 5-ാം തീയതി. 9-ാം തീയതി വരെയാണ്. 9-ാം തീയതി രാവിലെ 11 മണി വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്നതിനും ഓപ്ഷൻ ക്രമീകരിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനുമുള്ള സൗകര്യം അവസാനിക്കുന്ന സമയം. 10-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 11-ാം തീയതി തൊട്ട് 15 വരെയാണ്. 15 വൈകിട്ട് 3 മണി വരെയാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് അടയ്ക്കിയ ശേഷം കോളേജുകളിൽ പോയി പ്രവേശനം നേടേണ്ട സമയമാണ് ഈ സമയം. 15-ാം തീയതി 12 വൈകിട്ട് 4 മണി വരെ ആണ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജ് അധികാരികൾ അംഗീകരിച്ച് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം മുഖേന സമർപ്പിക്കേണ്ട സമയം. ഇനി പുതുതായി ആഡ് ചെയ്ത മെഡിക്കൽ കോളേജ് ഏതൊക്കെ എന്നിട്ടുണ്ട്. ഒന്ന് കരുണ മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. ഇതൊരു ഫീ ജനറലിന് 6,32,800, NRIക്ക് 20 ലക്ഷമാണ്. പിന്നെ SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ആണ് അടുത്ത ഒരെണ്ണം ട്രിവാൻഡ്രത്ത്. അതിനും ജനറൽ കാറ്റഗറിക്ക് ഫീസ് 6,22,800, NRIക്ക് 20 ലക്ഷം. ഇനി കുറിപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് 2020-21 അധ്യയന വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വാർഷിക ട്യൂഷൻ ഫീസ് 11/11/2020 ഗവൺമെൻറ് ഓർഡർ MS നമ്പർ 218/2020 HNFWD ഉത്തരവ് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 13/11/2020 ഈ നമ്പർ ഈ ഹർജികളിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം വിവിധ സ്വാശ്രയ മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്ന പരമാവധി വാർഷിക ഫീസ് വെബ്സൈറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 18-ാം തീയതി ഈ ഓഫീസിലെ വിജ്ഞാപന പ്രകാരമാണ്. എന്നാൽ നിലവിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആദ്യത്തെ ഓർഡർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അടച്ചാൽ മതിയാകും. ആയതിനൊപ്പം കോടതിയുടെ അന്തിമ വിധിക്കനുസൃതമായി ബഹുകോടതിയോ കോടതി നിർണ്ണയിക്കുന്ന അധികാര സ്ഥാപനമോ നിശ്ചയിക്കുന്ന വാർഷിക ഫീസ് ഈ ഘട്ടത്തിൽ അടയ്ക്കുന്ന ഫീസിനേക്കാൾ അധികമാകുന്ന പക്ഷം അധിക തുക അടക്കാൻ ബാധ്യസ്ഥരാണെന്ന് സമ്മതിച്ച ഒരു അണ്ടർടേക്കിങ്ങും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ ബന്ധപ്പെട്ട കോളേജ് അധികാരികൾക്ക് നൽകണം. അതായത് സിയുടെ വെബ്സൈറ്റിൽ ഒരു അണ്ടർടേക്കിങ്ങിൻ്റെ ഫോമാറ്റ് ഉണ്ടാവും. അത് ഫില്ല് ചെയ്തിട്ട്, അതായത് ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഫീ വരുന്നുണ്ടെങ്കിൽ പേ ചെയ്യാൻ ബില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആ അണ്ടർടേക്കിംഗ് കൂടി കൊടുക്കണം. ഈ ഘട്ടത്തിൽ അടയ്ക്കേണ്ട ഫീസ് സംബന്ധമായ വിവരങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നോക്കിയാൽ കാണാം ഓരോരുത്തരുടെ അലോട്ട്മെൻറ്റ്. പിന്നെ ഈ ഘട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റാണ്. ലിസ്റ്റ് ഓഫ് കോളേജ് ഇൻക്ലൂഡ് ഇൻ ദ ഫേസ് ഏതൊക്കെയാണ്. ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജസ് ഏതൊക്കെ. ഗവൺമെൻറ് കോളേജ് പരിയാരം കണ്ണൂരുണ്ട്. ഫീ 12,000 ഫീ വരുന്നത്. ഗവൺമെൻറ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറയുണ്ട്, അവിടെ 12,000 ഫീ വരുന്നത്. ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്തും 12,000 ഫീ. ഇനി എയ്ഡഡ് ആയുർവേദ മെഡിക്കൽ കോളേജസ് വരുന്നത് VPSV ആയുർവേദ കോളേജ് എടരിക്കോട് മലപ്പുറം, അവിടെയും 12,000 ഫീ. പിന്നെ വൈദ്യരത്നം ആയുർവേദ കോളേജ് തൈക്കാട്ടുശ്ശേരി ഒല്ലൂരുണ്ട്, അവിടെയും 12,000. പിന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആയുർവേദ മെഡിക്കൽ കോഴ്സസ് BAMS ഏതൊക്കെയാണ് കോളേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട്, അവിടുത്തെ ഫീ കൊടുത്തിട്ടുണ്ട് 2 ലക്ഷത്തിൻ്റെ അടുത്ത്. പിന്നെ അഷ്ടാംഗം ആയുർവേദ കോളേജ് പാലക്കാട്, അവിടെയും ഏതാണ്ട് സെയിം ഫീ തന്നെ. പിന്നെ മന്നം ആയുർവേദ കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് പത്തനംതിട്ട, അവിടെയും 2 ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഫീ. പിന്നെ ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് ഓലശ്ശേരി പാലക്കാടാണ്, അവിടുത്തെ ഫീയും കൊടുത്തിട്ടുണ്ട്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് കൊല്ലത്താണ് അടുത്ത കോളേജ് വിഷ്ണു ആയുർവേദ കോളേജ് പാലക്കാടാണ്. പിന്നെ നങ്ങേലി ആയുർവേദ മെഡിക്കൽ കോളേജ് എറണാകുളം. അടുത്തത് PNM ആയുർവേദ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ചെറുതുരുത്തി. പിന്നെ MVR ആയുർവേദ മെഡിക്കൽ കോളേജ് പറശ്ശിനിക്കടവ് കണ്ണൂർ, അവിടുത്തെ ഫീയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോമിയോ വരുന്നത് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആണ്. ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഫീ 2,087. ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഐരാണിമുട്ടം, ഇത് 2,087 തന്നെയാണ് വരുന്നത്. ഇനി എയ്ഡഡ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് വരുന്നത് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ചോറ്റാനിക്കര, അവിടെ 2,087 ഫീ. പിന്നെ ആതുരാശ്രമം NSS ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോട്ടയം, അവിടെയും സെയിം ഫീ തന്നെയാണ്. പിന്നുള്ളത് ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് നേമം ട്രിവാൻഡ്രം, അവിടെയും സെയിം ഫീ. ഇനി ഫീസ്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ വിവിധ കോളേജുകളിലെ ഫീസ് നിരക്ക് കോഴ്സ് തിരിച്ച് വെബ്സൈറ്റ് ലഭ്യമാണ്.
ആയുർവേദ കോഴ്സുകൾക്ക് AFRC സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് നിരക്കായിരിക്കും ബാധകമായിരിക്കുക. അടുത്ത ടോക്കൺ ഫീസാണ്. MBBS കോഴ്സിന് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 3 ലക്ഷം രൂപയും NRI കോട്ടയിൽ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ 5 ലക്ഷം രൂപയും പ്രവേശന പരീക്ഷ കമ്മീഷണർ കൊടുക്കണം. സ്വാശ്രയ ആയുർവേദ കോളേജുകളിലെ BMS കോഴ്സിന് പ്രവേശനം ലഭിക്കുന്നവരും BDS കോഴ്സിന് സ്വാശ്രയ ഡെൻ്റൽ കോളേജുകളിലെ NRI കോട്ടയിൽ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളും 1 ലക്ഷം രൂപ വെച്ചാണ് പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് കൊടുക്കേണ്ടത്. ഇനി MBBS ആൻഡ് BDS ആയുർവേദ ഹോമിയോ കോഴ്സുകളിലേക്ക് ഗവൺമെൻറ് മെഡിക്കൽ ഡെൻ്റൽ ആയുർവേദ ഹോമിയോ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും അഗ്രികൾച്ചർ വെറ്റിനറി ഫിഷറീസ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും മുഴുവൻ ഫീസ് തുകയും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കൊടുക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OECക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾക്ക് അർഹമായ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവർ 20/6/2005 തീയതിയിലെ ഗവൺമെൻറ് ഓർഡർ നമ്പർ 25/2020/2025/SC STD ഈ ഓർഡർ പ്രകാരം തീയതി 23/5/2014 സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികളും അവരെല്ലാം അതുപോലെ ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവയിലെ വിദ്യാർത്ഥികളോ അവരൊന്നും ഫീസ് കൊടുക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ മെഡിക്കൽ ഡെൻ്റൽ സ്വാശ്രയ കോളേജുകളിലെ മൈനോറിറ്റി NRI സീറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അവർ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതും അവർ ഫീസ് ഇളവിന് അർഹരല്ലാതായിത്തീരുന്നതുമാണ്. അടുത്തത് കുറിപ്പായി കൊടുത്തിട്ടുള്ളത് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്നുറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. 22/10/2020 ASC മാനദണ്ഡങ്ങൾ പ്രകാരം താൽക്കാലികമായി NRI കാറ്റഗറി അനുവദിച്ച വിദ്യാർത്ഥികളും നിലവിൽ NRI സീറ്റിൽ താൽക്കാലിക അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതുമായ വിദ്യാർത്ഥികളും 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി മെമ്മോ പരിഹരിക്കുന്നതിനാവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് ന്യൂനതകൾ പരിഗണിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് NRI കാറ്റഗറി ക്ലെയിം മുതലായവ നഷ്ടപ്പെടും. അതുപോലെ ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഓൺലൈനായി ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ വിദ്യാർത്ഥികൾ 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി ഫലം പ്രസിദ്ധപ്പെടുത്തുന്നതിനാവശ്യമായ രേഖകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായി സമർപ്പിക്കാത്ത പക്ഷം അവരുടെ ഓപ്ഷനുകളും അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. ഇനി പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും പിന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും CEയുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഓപ്ഷൻസ് കൺഫർമേഷനൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ പുതിയ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനോ ഒക്കെ ചെയ്യുക 9-ാം തീയതിക്ക് മുമ്പായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായി പുതിയ വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.